നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ടേബിളിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കിയും കൂടെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ടേബിളിൽ നമ്മളെങ്ങനെയാണ് ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റോസ് കോളംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിച്ചു. ഇനി നമുക്ക് ഒരു ടേബിളിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് ഈ കോളത്തിനുള്ള ടിഡിക്കുള്ള ഒരു ആട്രിബ്യൂട്ടാണ്, അതായത് റോ സ്പാനും കോളം സ്പാനും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം. അതായത് ജസ്റ്റ് എങ്ങനെ മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. അതായത് എനിക്ക് ഈ മെർജിങ് ഒക്കെ ഇല്ലേ, മെർജിങ് ഒക്കെ അറിയാമായിരിക്കും വിചാരിക്കുന്നു. കോളം മെർജിങ്ങും റോ മെർജിങ്ങും ഒക്കെ അറിയാമായിരിക്കും വിചാരിക്കും. അതായത് ഈ 3 സെല്ലും കൂടെ ചേർന്നിട്ട് എനിക്കിതൊരു ഇത്ര വലിയ ഒരു ഒറ്റ സെല്ലാക്കി മാറ്റണം. എനിക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിപ്പോൾ രണ്ടാമത്തെ കോളത്തിലെ ഈ ഒരു സെല്ലാണ് എനിക്ക് ഈ 3 സെല്ലും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇതെനിക്കൊരു ഒരു സെല്ലാക്കി മാറ്റേണ്ടത്. അതെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഇപ്പം നോക്കുക, രണ്ടാമത്തെ റോയില് രണ്ടാമത്തെ കോളം. ഓക്കെ, പോവാം. ഇതാണ് നമ്മളെ ടേബിളിൽ ഇതുപോലെ കുറേ റോസ് ഉണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ റോയില് രണ്ടാമത്തെ അതായത് രണ്ടാമത്തെ റോയില് രണ്ടാമത്തെ കോളം. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്, രണ്ടാമത്തെ റോയില് രണ്ടാമത്തെ കോളം. അതിൽ നമ്മൾ ചെയ്യുന്നത് റോ സ്പാൻ കൊടുക്കുകയാണ്. റോ സ്പാൻ ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ നോക്കുക, അതായത് നമ്മൾ ഈ ഒരു സെല്ലിനെ നമ്മൾ ഇങ്ങോട്ട് സ്പാൻ ചെയ്യിക്കണം, 3 റോസ് ഇങ്ങോട്ട് സ്പാൻ ചെയ്യിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ഈ ഒരു സെല്ലും വേണ്ട. അതായത് മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ സെല്ല് വേണ്ട, നാലാമത്തെ റോയിലെ രണ്ടാമത്തെ സെല്ല് വേണ്ട. അതായത് നമ്മൾ ഈ ഒരു സെല്ലിനെ ഇങ്ങോട്ട് സ്പാൻ ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ സ്പാൻ ചെയ്യിക്കുമ്പോൾ അപ്പോൾ അതിന് ശേഷമുള്ളതൊക്കെ, അതായത് മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ സെല്ല്, നാലാമത്തെ റോയിലെ രണ്ടാമത്തെ സെല്ല് അവിടെ വേണ്ട. അതായത് നമ്മളത് സ്പാൻ ചെയ്യിക്കണം. ഇപ്പം കണ്ടോ, അതിന് എന്താണ് പറയുന്നത്? റോ സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ലുള്ളത് ഇങ്ങോട്ട് റോസിലോട്ട് ഇങ്ങോട്ട് സ്പാൻ ചെയ്തു വരും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് കോളം സ്പാൻ ചെയ്യാം. കോളം സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെല്ലിനെ എനിക്ക് ഇങ്ങോട്ട് ഈ 2 കോളം വരെ സ്പാൻ ചെയ്യിക്കാം. എത്ര വേണമെങ്കിൽ സ്പാൻ ചെയ്യിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു സെല്ലിനെ ഞാനിങ്ങോട്ട് 2 കോളം വരെ സ്പാൻ ചെയ്യിക്കാം. അതായത് ഫസ്റ്റ് സെല്ലിനെ ഞാനിങ്ങോട്ട് സ്പാൻ ചെയ്യിക്കാം. അതെങ്ങനെ ചെയ്യിക്കാം നോക്കുക. കോളം സ്പാൻ ഇസ് ഈക്വൽ ടു രണ്ടെണ്ണം അല്ലേ നമ്മൾ, അല്ലേ? അടുത്തതിലോട്ടും ഇതിനെ ഞാൻ രണ്ടെണ്ണത്തിലോട്ട് സ്പാൻ ചെയ്യണം. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രണ്ടാമത്തെ ഈ സെല്ല് വേണ്ടെന്നാണ്. കോളം സ്പാനും റോ സ്പാനും മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ് റോയില് ആദ്യത്തെ സെല്ല് തന്നെ നമ്മൾ രണ്ടെണ്ണത്തിലോട്ട് സ്പാൻ ചെയ്യിക്കണം. അപ്പോൾ ഈ റോ മൊത്തം ഉള്ളത് നമ്മുടെ ഈ ഒരു കോളം മാത്രമാണ്. ഓക്കെ, ഈ ഒരു സെല്ല് മാത്രമാണ് നമ്മുടെ ഈ ഒരു റോയിൽ വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സെല്ല് ഈ റോയിൽ മൊത്തം സ്പാനായി. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇമേജ് ടാഗാണ്. ഞാനിപ്പോൾ ഇവിടെ കുറേ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇമേജസ് കൊടുക്കണം. ആ ഇമേജസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഇമേജ് IMG എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇമേജ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സോഴ്സ് ഈസ് ഈക്വൽ ടു
സ്കൈ .jpg ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 600 പിക്സ്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 300 ഇനിയൊരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഉണ്ട്. അതിൻ്റെ ആട്രിബ്യൂട്ട് അത് തന്നെ വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് നോക്കാം. സ്കൈ ഇമേജ് എന്തിനൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം. ഇമേജ് വന്നിട്ടില്ല. സ്കൈ ഇമേജ് ഇവിടെ ഇപ്പോൾ ഈ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഇമേജ് ലോഡ് ആവാത്തത് കൊണ്ട് ഇവിടെ ഒരു ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ ഇമേജ് ലോഡായില്ല എന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതാണ് ആ ആൾട്ട് ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ ഇമേജ് ലോഡായിട്ടില്ലേ, സോഴ്സ് എന്നല്ലേ? സോറി SRC എന്നുള്ളൂ കേട്ടോ. സോഴ്സ് എന്നുള്ള കംപ്ലീറ്റ് ഇല്ല, വെറും SRC എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ വന്നു. ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ളിടത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇമേജസ് ഒക്കെ കൊടുക്കാം. ജസ്റ്റ് ബാക്കിയുള്ള ഇതിലോട്ട് നമ്മൾ റോസ്പാൻ കൊടുത്തതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു അനദർ ഇമേജ് കൊടുക്കാം. സ്കൈ 2 ഞാൻ കുറേ ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് 300, ഹൈറ്റ് 600. അപ്പോൾ നമ്മൾ ഓക്കെ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇമേജസ് കൊടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കൊടുക്കാം. അതെ, നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഇമേജ് ലോഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആണ് അവിടെ വരിക. ഓക്കെ, ജസ്റ്റ് 300, 400 something like this. നിങ്ങൾ അതൊക്കെ ഭംഗിയാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ചെയ്ത് നോക്കുക. ഒരു ഇമേജ് ഗാലറി ഒക്കെ ചെയ്ത് നോക്കുക, നല്ല വൃത്തിയിൽ ചെയ്ത് നോക്കുക. ഇത് കുറേ സമയമെടുത്ത് ഡിസൈൻ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് ടാഗിൻ്റെ. ഇപ്പോൾ ഇമേജ് ടാഗ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റോ സ്പാനും കോളം സ്പാനും ആദ്യം നിങ്ങൾ പഠിക്കുക. എങ്ങനെയാണോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ടേബിളിൻ്റെ ആ മെർജിങ് ഒക്കെ എങ്ങനെയാണ്, അതായത് ഒരു സെല്ലിനെ 3 റോസിലോട്ടൊക്കെ സ്പാൻ ചെയ്യിക്കുന്നതും കോളത്തിലോട്ട് സ്പാൻ ചെയ്യിക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. ദെൻ ഇമേജ് ഇതുപോലെ നിങ്ങൾ നല്ലൊരു ഇമേജ് ഗാലറി, നിങ്ങൾക്ക് അടുത്ത ഒരു അസൈൻമെൻ്റ് ആണ് ഒരു ഇമേജ് ഗാലറി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജ് ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മളൊരു ഇമേജ്. അപ്പോൾ അതിൻ്റെ സോഴ്സിന് SRC എന്ന് മാത്രമേ ഉള്ളൂ, സോഴ്സ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഇമേജ് എങ്ങാനും ലോഡായില്ല വെച്ചാൽ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇനി അടുത്തതാണ് ഓക്കെ റെഫറൻസ്, അതായത് ലിങ്ക് അതിനെ പറയാം ആങ്കർ ടാഗ് എന്നാണ് പറയുക. അതായത് നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. href is equal to my second web page. ഞാനിപ്പോൾ അടുത്തൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ second.html ജസ്റ്റ് ഞാൻ അത്രേ കൊടുക്കുന്നുള്ളൂ പേര്. അപ്പോൾ എന്നിട്ട്
അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം കേട്ടോ. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗസ് അതിലോട്ട് ഹവർ ചെയ്യുമ്പോൾ അത് അവിടെ കൊടുക്കും. മൈ സെക്കൻഡ് വെബ് പേജ്, സെക്കൻഡ് വെബ് പേജ് അല്ലേ. അതിന് ആങ്കർ ടാഗ് എന്ന് അതിനെ പറയാം. അതൊരു ലിങ്കായിട്ട് വരും നമ്മുടെ വെബ് പേജിൽ. സോറി, ഞാൻ ബോഡീൻ്റെ മുകളിലാണ് കൊടുത്ത്, നിങ്ങൾ പറയണ്ടേ, ശ്രദ്ധിച്ചില്ല. നമ്മൾ കണ്ടന്റ് എല്ലാം ബോഡീൻ്റെ ഉള്ളിലാണ് കൊടുക്കണമെങ്കിൽ നമ്മളതിൽ വരുള്ളൂ. എൻ്റെ സിസ്റ്റം നേരെ സമയത്ത് സേവ് ചെയ്തില്ലേ, ഇതായിരുന്നു. അത് ബ്ലൂ കളറിലാണ് കാണുന്നത്, അതുകൊണ്ടാട്ടോ. ഇവിടെ ഉണ്ട്, കിടപ്പുണ്ട്, പക്ഷെ ഞാൻ ആ പേജ് കൊടുത്തിട്ടില്ല. ഇപ്പം എൻ്റെ മൈ സെക്കൻഡ് എന്ന് പറഞ്ഞുള്ള HTML പേജ് അങ്ങോട്ടത് പോകുന്നത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അനദർ ഒരു ന്യൂ എടുക്കുക. അയ്യോ പോയോ, അല്ല, ഫയൽ സേവ് അസ്. ഞാൻ മൈ സെക്കൻഡ് എന്നല്ലേ കൊടുത്തത്. സെയിം ഇതിൽ തന്നെ നിങ്ങളെ സെയിം ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോഴാണ് നെയിം വെച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല വെച്ചാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോൾഡറിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പാത്ത് കൊടുത്തിട്ട് വേണം നിങ്ങളതിനെ കോൾ ചെയ്യാൻ. ഓക്കെ, അതവിടെ ജസ്റ്റ് ഞാനൊരു ജസ്റ്റ് ഞാനൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ബോഡിയിലൊരു ഹായ് മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഹായ് ഇതാക്കി തന്നെ അത് പ്രിൻ്റായി വരും. അവിടെ നിങ്ങൾക്ക് എൻ്റെ സിസ്റ്റം പുതിയ കണ്ടോ, നമ്മളിപ്പോൾ അടുത്ത പേജിലോട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത ആ പേജിലോട്ട് വന്നു. ജസ്റ്റ് നമ്മളിവിടെ ലിങ്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വേറെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നത്, അടുത്ത പേജിലോട്ട് ലിങ്ക് ചെയ്ത് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ലിങ്ക് തന്നെ 2 തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ലിങ്കും ഉണ്ട്, ഇൻറ്റേർണൽ ലിങ്കും ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് എക്സ്റ്റേണൽ ലിങ്കാണ്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് പോകുന്നതാണ് എക്സ്റ്റേണൽ ലിങ്ക്. അല്ലെങ്കിൽ വേറെ സെയിം സൈറ്റിൽ തന്നെ വേറൊരു പേജിലോട്ടോ, അല്ലെങ്കിൽ വേറൊരു സൈറ്റിൽ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്കൊക്കെ പോകുന്നതാണ് എക്സ്റ്റേണൽ ലിങ്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ www.google.com എന്നൊക്കെ കൊടുക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്രസ്സൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പേജിൻ്റെ അഡ്രസ്സ് കൊടുക്കാം, എന്നൊരു വിഷയമല്ല. അതൊക്കെ നേരെ അങ്ങോട്ട് പൊക്കോളും. പക്ഷേ അങ്ങനെ വേറെ ഏതെങ്കിലും പേജിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും പേജിൻ്റെ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നെറ്റ് കണക്ഷനും കൂടെ വേണം, എങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുമ്പോൾ വേറൊരു പേജിലോട്ടോ, അല്ലെങ്കിൽ സെയിം സൈറ്റിലുള്ള വേറൊരു പേജിലോട്ടോ, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സൈറ്റിലുള്ള ഒരു പേജിലോട്ടോ വേറൊരു പേജിലോട്ടൊക്കെ പോകുന്നതിനാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയാം. പിന്നെ വേറൊരു പരിപാടിയുണ്ട്, ഇൻറ്റേർണൽ ലിങ്ക്. ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പേജ് വളരെ വലുതായിട്ടുണ്ടല്ലേ, താഴോട്ടൊക്കെ കുറേ ഉണ്ട്.
അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടൊക്കെ നമ്മുടെ ഈ പേജിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ താഴെ വന്നു, ഈ താഴെ നിന്ന് നമുക്കൊരു ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് സെക്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എനിക്കിപ്പോൾ നേരെ ടോപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ലിങ്ക്, നമ്മളൊരു ലിങ്ക് കൊടുക്കുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ അത് ടോപ്പിലോട്ട് പോകും. അതാണ് ഇൻറ്റേർണൽ ലിങ്ക്. അപ്പോൾ എക്സ്റ്റേണൽ ലിങ്കും ഉണ്ട്, ഇൻറ്റേർണൽ ലിങ്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻറ്റേർണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇൻറ്റേർണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആങ്കർ ടാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് 2 കാര്യങ്ങൾ ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതെന്നെ വെച്ചിട്ട് ഒരു നെയിം ഈസ് ഈക്വൽ ടു ടേബിൾ. അതായത് നമ്മൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, ഇങ്ങോട്ടാണ് വരേണ്ടത്, റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അവിടെ നെയിം ഈസ് ഈക്വൽ ടു ടേബിൾ ഇത്ര തന്നെ വേണ്ടുള്ളൂ, പിന്നെ അവിടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പ് ടേബിൾ എന്തെങ്കിലുമൊക്കെ ഒരു കൊടുക്കാം. അങ്ങനെ കൊടുത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. /. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിലോട്ടാണ് നമ്മളിനി താഴെ നമ്മളൊരു ജസ്റ്റ് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, ഇൻറ്റേർണൽ റെഫറൻസ് ലിങ്ക് അല്ലേ, ഇൻറ്റേർണൽ ലിങ്ക്. ഇവിടെ നമ്മൾ href കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു ലിങ്ക്, ടോപ്പിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ പിന്നെ നെയിം എന്താ കൊടുത്തത്, അവിടെ നമ്മൾ href ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളിവിടെ കൊടുത്തത് ടേബിൾ എന്നല്ലേ നെയിം കൊടുത്തത്. അപ്പോൾ ആ നെയിം ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇങ്ങോട്ടാണ് നമ്മൾ വരേണ്ടത്, ഈ ടേബിളിലോട്ടാണ്, ഈ ഭാഗത്ത് ഇവിടെ എവിടെയാണോ കൊടുത്തത് അങ്ങോട്ടാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഈ പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, #ടേബിൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇനി ഇവിടെ ഇത് കൊടുക്കുക, ടോപ്പ് go to top table /a. Okay. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒന്നും കാണത്തൊന്നുമില്ല. നമ്മൾ കൊടുത്ത ടോപ്പ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇത് കാണുന്നുണ്ട്, ടെക്സ്റ്റ് കാണുന്നുണ്ട്. ടെക്സ്റ്റ് കാണുന്നതാണ്, നമ്മൾ ടെക്സ്റ്റ് ഇല്ല വെച്ചാലും കുഴപ്പമില്ല. നമ്മളിവിടെ ആ ടെക്സ്റ്റ് ഫസ്റ്റ് ഇവിടെ ടോപ്പ് ടേബിൾ എന്നുള്ള ടെക്സ്റ്റ് ഉള്ളിൽ കൊടുത്തോണ്ടാണ് അവിടെ അത് കാണിക്കുന്നത്. ഓക്കെ, ടോപ്പ് ടേബിൾ എന്നുള്ള ടെക്സ്റ്റ് കാണിക്കുന്നത്. അത് കൊടുത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നു, ഇതിൻ്റെ താഴേക്ക് പോന്നിട്ട് എവിടെ ഇത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഇത് ബ്ലൂ കളറായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കാണുന്നില്ല. ഗോ ടു ടോപ്പ് ടേബിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് കളർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റൊക്കെ മാറും. അപ്പോൾ അതായത് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ അത് ടോപ്പിലോട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് ഗോ ടു ടോപ്പ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് സെലക്ട് ചെയ്യാം കംപ്ലീറ്റ് സെലക്ട് ആവുന്നുണ്ടോ? കണ്ടോ, ഇവിടെ ആ ലിങ്ക് കിടപ്പുണ്ട്, ഗോ ടു ടോപ്പ് ടേബിൾ എന്ന് പറഞ്ഞ ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടേക്കാണ് അതായത് നമ്മളതിൻ്റെ റെഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് വേറെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും, അതായത് സെയിം പേജിൽ തന്നെ ഇതിനെ പറയുന്നതാണ് ഇൻറ്റേർണൽ ലിങ്ക്. അപ്പോൾ ഇൻറ്റേർണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഇത് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്, 2 ആങ്കർ ടാഗ് യൂസ് ചെയ്യണം. ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട്, എങ്ങോട്ടാണോ പേജിൻ്റെ എവിടേക്കാണോ വരേണ്ടത് അവിടെ ഒരു ആങ്കർ ടാഗ് വെച്ചിട്ട് നമ്മളൊരു റെഫറൻസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ പോയിന്റിലോട്ടാണ് ആ പോയിന്റാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് അടുത്തതിൽ നമ്മൾ എവിടെ നിന്നാണോ പോകേണ്ടത് അവിടെ നമ്മൾ അതിൻ്റെ href ആയിട്ട് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കേണ്ടത്, ഒരു #ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു #സിമ്പിൾ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇൻറ്റേർണൽ ലിങ്കും മനസ്സിലായി വിചാരിക്കണം. ഇൻറ്റേർണൽ ലിങ്ക് എന്താണ്, എക്സ്റ്റേണൽ ലിങ്ക് എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അഡീഷണൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കുക കേട്ടോ.
ആരെ ഈ സമയത്ത് വന്നിരിക്കുന്നു? ഇനി അടുത്തതാണ് ലിസ്റ്റ്. ലിസ്റ്റിന് അതാ ഇങ്ങനെയാണ് ഞാൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ. നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലിസ്റ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള ലിസ്റ്റും ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ. ഈ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിപ്പോൾ രണ്ട് തരത്തിൽ ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഓർഡേർഡ് ടാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അനില അല്ല രണ്ട് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ എന്ന് വെച്ചിട്ടുള്ള ടാഗ് വെച്ചിട്ടാണ്. ഓർഡർ ലിസ്റ്റ് എൻഡ് ചെയ്യുന്നത് വെച്ചിട്ട് /ഓയിൽ എന്ന് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസ്, ഇതൊക്കെ ഒരു ലിസ്റ്റ് ഐറ്റമാണ്. ഓക്കെ, എത്ര ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം എല്ലാം സെയിം പേര്, എൻ്റെ പേര് തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് പഠിക്കാം. ഈ ഇമേജ് ഒക്കെ ലോഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് അത് ഇത്ര ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഈ ഓർഡർ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ നമ്പറിങ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് ഓർഡർ ലിസ്റ്റിൻ്റെ പ്രത്യേകതയുള്ളൂ. അപ്പോൾ ആ നമ്പറിങ് നമുക്ക് അതിൻ്റെ ടൈപ്പും മാറ്റാൻ പറ്റും. അപ്പം അതിനാണ് നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇതൊന്ന് മനസ്സിലാവും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ 1 2 ടൈപ്പ് ഈസ് ഈക്വൽ ടു പല വിധത്തിൽ ടൈപ്പ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊരു ക്യാപിറ്റൽ I കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് അത് ഇങ്ങനെ വരും. ആ നമ്പറിങ്ങിൻ്റെ ടൈപ്പാണ് പറയണത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ a കൊടുക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ABCD എന്ന് പറഞ്ഞുകൊണ്ട് വരും. കണ്ട ABC. അതായത് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ടാവും, അതിനൊരു നമ്പറിങ് ഉണ്ടായിരിക്കും. അത് മാത്രമാണ് ഉള്ളത് സാധാരണ. ഇനി നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബുള്ളറ്റിനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്പറിങ്ങിന് പകരം ബുള്ളറ്റൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അൺഓർഡേർഡ് ലിസ്റ്റിന് UL എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ വരുന്നത് ലിസ്റ്റ് ഐറ്റംസ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഇതിന് ടൈപ്പ് വരുന്നത് നമുക്ക് ബുള്ളറ്റിൻ്റെ ടൈപ്പാണ് വരുന്നത്. അതായത് നമുക്കിങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ, അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഡോട്ടൊക്കെ വെച്ചിട്ട് ബുള്ളറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. അതൊക്കെ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ ടൈപ്പ് ഡിസ്ക് ആണ് വരുന്നത്. ഡിസ്ക് DISC ഡിസ്ക്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് സ്ക്വയർ ആക്കാം. ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്ക്വയർ, ഒരു കോൺസ്റ്റൻ്റ് ആണ് സ്ക്വയർ. ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർക്കിൾ കൊടുക്കാം. സർക്കിൾ തന്നെയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ സ്ക്വയറായി മാറി ഇതിൻ്റെ ടൈപ്പ്. ഇനി നിങ്ങളുടെ മെയിനായിട്ടുള്ളത് HTML നിങ്ങൾക്ക് ഇത്രയൊക്കെ പഠിക്കുകയുള്ളൂ. നിങ്ങളുടെ സിലബസിൽ നിങ്ങളെ ടെക്സ്റ്റ് എനിക്ക് കൈ കിട്ടിയിട്ടില്ല. അത് കാരണം നിങ്ങളെ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി കോളേജ് തുറന്നാലും ഓപ്പൺ ആയാലും എനിക്ക് ടെക്സ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള HTML ടാഗ്സ് ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു
ഒരു ഇമേജ് ഗാലറി പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ അടുത്ത പേജിലോട്ട് ജസ്റ്റ് പോകുന്ന രീതിയിലും നിങ്ങളുടെ ഇതിനനുസരിച്ച് ഐഡിയയ്ക്ക് അനുസരിച്ച് ജസ്റ്റ് ഒരു 2-3 പേജ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു 2-3 പേജ്, ഒരു 3 പേജ് മിനിമം വെച്ചിട്ട് നിങ്ങളൊരു ജസ്റ്റ് ചെറിയൊരു പ്രൊജക്റ്റാണ്, ഒരു 2 വീക്സ് ടൈം തരാം. അങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. എത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ടാക്സ് ഒക്കെ പഠിച്ചെടുക്കാം. അതിനാണ് W3 സ്കൂൾസ് ഒക്കെ ഉള്ളത്. വളരെ സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇത് ഞാൻ എടുത്തിരണമെന്നില്ല, കണ്ടതിൽ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ നിങ്ങളെ ഇതിലൊരു സിലബസിലുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഡീഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് W3 സ്കൂൾസ് എടുക്കാം. ഓക്കെ, അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ഇത് പഠിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്, കണ്ടോ, എല്ലാം ഉണ്ട്. അതിൽ പോയി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, കണ്ടോ. ബേസിക് ആട്രിബ്യൂട്ട്സ്, പാരഗ്രാഫ് എല്ലാം ഉണ്ട്. എല്ലാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ട് വെച്ചാൽ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അത് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കും.